ഇതുവരെ നമ്മളിപ്പം പങ്കെടുത്തതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് മുറിഞ്ഞു പോയിട്ടുണ്ടാവും, വേദിക ഭാഗമായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇതെങ്കിലും ഏതാണ്ട് ഈ പൂർണ്ണമായിട്ടും പങ്കെടുത്ത ആൾക്കാർക്ക്, പൂർണ്ണ സൈറ്റുകളിൽ വന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്തുള്ള അപാകതകൾ, ഓരോ തോട്ടങ്ങളും അവിടെ കണ്ട അപാകതകൾ എന്താണ്, അതിനെന്താണ് ചെയ്യേണ്ടുന്നത്, തിരുത്തേണ്ടത് എന്താണെന്ന് സാറ് പറഞ്ഞു തന്നു. അതിൻ്റെ ഒരു ചിത്രം നമ്മളിപ്പോൾ സുലൈമാങ്ങയുടെ തോട്ടത്തിൽ വെച്ച് ഒരു നല്ല വിശദീകരണം നമുക്ക് തന്നു. അപ്പോൾ ഈ നമ്മുടെ 4 ഘട്ടങ്ങളായിട്ടുള്ള ഈ പരിശീലന പരിപാടിയുടെ 1ാം ഘട്ടം ചടയമംഗലം മേഖല, കടയ്ക്കൽ, ആയൂർ, നിലമേലും, മുരുക്കുമൺ വന്ന് ഇത്രയും മേഖല നമ്മൾ കറക്റ്റായി കവർ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ആ പരിശീലനം എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര കണ്ട് നമുക്കത് ഉപകരിക്കും ഭാവിയിൽ. നമ്മളെന്ന ടാപ്പർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു, ഇനി എങ്ങോട്ട് മാറാൻ പോകുന്നു, മാറുമോ അതോ ഈ രീതിയിൽ തന്നെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ സാർ ആ പറഞ്ഞു തന്നതിൽ ആ ഒരു ഇത്രയും നേരം അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അതിന് നമുക്കുണ്ടായ അനുഭവം ഓരോരുത്തരും അദ്ദേഹത്തോട്, അത് നമുക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. അതിന് അദ്ദേഹത്തോട് എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയെന്ന് കഴിവതും പരമാവധി എല്ലാവരും ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറയണം. അതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഇന്നത്തെ 1ാം ഘട്ടം അവസാനിക്കുന്ന ദിവസം പറയാനുള്ളത്. അത് ഓരോരുത്തർക്കായിട്ട് അതിനുള്ള എന്തൊക്കെയാണ് പിന്നെ പ്രകാശിനെ തിരുത്താനുള്ള കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് കത്തി മാറുന്ന കാര്യം, പിൻകാന കുത്തുന്ന കാര്യം, പട്ടയുടെ കനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപ്പോൾ ഈ ടാപ്പിങ്ങിനെ സംബന്ധിച്ച് സാധാരണ രീതിയിൽ നമ്മൾ കൺവെൻഷനിൽ പഠിച്ചുകൊണ്ടാണ് ഇതിൻ്റെ എത്രയും ഒരു ശാസ്ത്രീയ വശവും പ്രയോജനപ്രദമായ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഒരു പുതിയ അനുഭവമാണ്, പുതിയ അറിവാണ്. അത് വളരെ ഒരു ഗുരുനാഥൻ എന്ന രീതിയിൽ തന്നെ സാർ പറഞ്ഞു തന്നതിൽ അത് നന്ദി രേഖപ്പെടുന്നു, പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ എൻ്റെ ഫാൾട്ട് എന്ന് വെച്ചാൽ പട്ടക്കണം സ്വല്പം കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇലക്ട്രിക്ക് ചിലപ്പം ഈ തെളിയുന്നതിലൊരു മിസ്റ്റേക്ക്, അത് ഞാൻ ഇതിന് കണ്ടെത്തിയത്. അപ്പം കൃത്യമായിട്ടും ആ കാര്യം നോട്ട് ചെയ്ത് അത് ഇന്ന് ഞാൻ ആ രീതിയിൽ തന്നെയാണ് ടാപ്പിയത്. കാരണം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ടാപ്പിങ് വലിയ എക്സ്പീരിയൻസ് ഇല്ല. കുറേ പഠിക്കുന്ന കാലത്ത് ഒരു ചെറിയ 4-5 വർഷം ചെയ്തു, പിന്നെ കുറച്ച് വർഷം ചെയ്തു ഈ അടുത്ത സമയത്ത്. പക്ഷേ ഇന്നാണ് ശരിക്കും ഞാൻ ശരിക്കും ടാപ്പിങ്ങിൻ്റെ അതേ രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെയധികം നന്ദി, വളരെയധികം ഒരിക്കൽ പോലും ഈ അനുഭവം മറക്കാനാവില്ല. അത് ഇതിൽ സംഘടിപ്പിച്ചതിൽ എൻ്റെ കമ്പനിക്കും ആ പ്രത്യേകം ഞാനുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ തോട്ടത്തിൽ വന്ന് ജോലി ചോദിക്കുന്ന സമയം മുതൽ എനിക്ക് പറയാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ തോട്ടത്തിൽ വന്ന് ജോലി ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ അനുഭവവും ഗോവേണൻ്റെ അനുഭവവും നമ്മൾ പരസ്പരം സംസാരിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഗോവേണൻ കേൾക്കുകയും ഗോവേണന് പറയാനുള്ളത് ഞാൻ കേൾക്കുകയും ചെയ്ത് എനിക്കൊരു ട്രെയിനിങ്ങും ഇല്ലാതെയാണ് ഞാൻ എന്നെ ഒരു തോട്ടത്തിലേക്ക് വിടുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വളരെ വൃത്തിയായിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ഒരു തോട്ടം ഗോവേണ അത് റീസൺ എടുക്കുന്ന ഒരു തോട്ടമാണ്. അപ്പോൾ മുതലാളിക്ക് നഷ്ടം വരരുത്, എടുക്കുന്ന ആൾക്ക് നഷ്ടം വരരുത്, തൊഴിലാളിക്ക് നഷ്ടം വരരുത്, അങ്ങനെയുള്ള ഒരു ഇതാണ് എനിക്ക് അവിടെ നിന്നും മനസ്സിലായത്. അപ്പോൾ ഞാൻ അവിടെ ആ രീതിയിൽ തന്നെ ടാപ്പ് ചെയ്യുകയും ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഇത് തീർന്നു, എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഇവിടെ വന്ന് ടാപ്പിങ്ങിനെ ഏറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല ടാപ്പറാണെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും അത്യാവശ്യം ടാപ്പിങ് എനിക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ടാപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പിന്നെ എനിക്കിത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പം അരി മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഇപ്പം സാറ് എടുത്തു തന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ളൊരു ക്ലാസ്സാണ് എടുത്തു തന്നത്. നമുക്ക് ഓരോ ദിവസവും ഞാൻ തന്നെ ഇന്നലെ വെട്ടിയതുപോലെ അല്ല ഞാൻ ഇന്ന് വെട്ടിയത്. ഇന്ന് ഞാൻ വെട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇന്നലെ സാർ പറഞ്ഞത് രീതിയിൽ നല്ല രീതിയിൽ തന്നെ വെട്ടി. പക്ഷേ പാലിച്ചിരി കുറഞ്ഞു, പാല് കുറയും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ എടുത്ത പട്ടയും ഇന്നെടുത്ത പട്ടയായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിൽ പാല് കുറഞ്ഞു. പക്ഷേ അത് നാളെ കൂടാം, ആ രീതിയിൽ തന്നെ ആയി കഴിയുമ്പോൾ നാളെ കൂടും. അപ്പം നമുക്ക് നമ്മളെ തൊഴിലാളിക്കും നഷ്ടമില്ല, മുതലാളിക്കും നഷ്ടമില്ല, കർഷകർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ ടാപ്പ് ചെയ്ത് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതായിട്ട് പഠിച്ചു വന്നവരൊന്നുമല്ല ഞങ്ങൾ ഈ കണ്ടും കേട്ടുമൊക്കെ പഠിച്ചു വന്നതാണ്. പിന്നെ സാറ് പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ നമുക്കത് ബോധ്യപ്പെടുകയും ഇനി വരും ദിവസങ്ങളിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട്. ഒരു പോയിന്റ് ഒന്ന് എടുത്ത് പറയാൻ പറ്റുമോ? അവരെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം പൊതുവേ ചെയ്ത് നമുക്ക് എനിക്ക് മെയിനായിട്ട് പട്ടയുടെ കാര്യങ്ങളും അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പട്ട നമ്മൾ പോയി കണ്ട എല്ലാ ബ്ലോക്കിലും ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെ ആയിരിക്കാം. ഞാൻ നല്ല ടാപ്പർ നല്ല പറഞ്ഞു വരുന്നു. എല്ലാവരും അത് നേരെ ചൊവ്വേ കൊണ്ടുപോവുക. ഈ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക.
ഒന്നാമത് മുൻകാനയിലും പിൻകാനയ്ക്കും അകത്ത് നിർത്തിയുള്ള കാന കയറിയിട്ട് വെട്ടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വെട്ടുള്ള ഒരു ഏറ്റവും അപകടം എന്ന് പറയുന്നത് നമ്മൾ പട്ടക്കനം കൂട്ടി എടുത്ത് പട്ടക്കനം കൂട്ടിയെടുത്തപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റെപ്പ് അല്ല പടി വെട്ടിയതിൻ്റെ ഉള്ള ഒരു അപാകതയുണ്ട്. അത് നമുക്ക് ഇത്ര ബോർഡിനൊക്കെ ഉള്ള ഒരു ഇതാകുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഇത്ര സെൻറ്റിമീറ്റർ വെട്ടാവും എന്നുള്ള അത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഇത് നിർത്തും. ഇതാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം നാട്ടിൻപുറത്ത് വെട്ടുന്ന രീതി വെട്ടിയത് കൊണ്ട് മാത്രമല്ല നമ്മുടെ ഒരു അറിവുകേടും കൂടെ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കി നല്ല തിരുത്തി സഹായ കൊടുക്കാൻ ഉള്ള താല്പര്യമുണ്ട്. വെരി ഗുഡ്. ആരിലൊക്കെ വോളണ്ടറി ആയിട്ട് പറഞ്ഞു നമ്മൾ ഈ സമയം പിന്നെ വേസ്റ്റാക്കല്ലേ. നമുക്ക് ഈ കിട്ടിയ 3 ദിവസം നമ്മൾ ഒരുപാട് ടാപ്പിംഗ് ചെയ്തു, ഉറക്കം ഒഴിഞ്ഞു, ഭക്ഷണത്തിനും ബാക്കിയുള്ളതൊക്കെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ കൂടപ്പുറപ്പുകളെല്ലാം ഒറ്റക്കെട്ടായി വന്നതല്ലേ. ഇതൊരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. പക്ഷെ അത് നമ്മൾ ഇന്നത്തോടെ കഴിയല്ലേ. ഇന്നത്തോടെ കഴിയാതെ നമുക്കിത് മുമ്പോട്ട് കൊണ്ടു നടക്കാനുള്ള ഒരു പരിപാടി കണ്ടെത്തുക. ഇത് കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ തമ്മിൽ പാരകൾ വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടും ബാക്കും എടുത്ത് പാൽപ്പട്ടയ്ക്ക് വെട്ടി കറക്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് അടിക്കാനേ പറ്റൂ. മരം ഇല്ലെങ്കിൽ മുതലാളി ഇല്ല, മുതലാളി ഇല്ലെങ്കിൽ തൊഴിലാളിയും ഇല്ല. അത് ഉറപ്പായ കാര്യമാണ്. അത് ശ്രദ്ധിക്കുക. അത് മുമ്പേ വരണമെന്നുള്ളതാണ്. കാരണം എനിക്കൊരു 6 തോട്ടമാണ്, D7ആണ്. സാറിൻ്റെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് 2 തോട്ടമാണ് ഞാൻ നിർത്തിയത്. യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാര്യം D7 യഥാർത്ഥം ഈ 2 തോട്ടമാണ് ഞാൻ ഇത്രയും നാളായിട്ട് വെട്ടിയിട്ടുള്ളത്. കാരണം D7ഒക്കെ ഞാൻ പോയി കിടന്ന് വെട്ടി എൻ്റെ ഊപ്പാട് വന്നാണ് വരുന്നത്. ഈ 2 ദിവസം കൊണ്ട് ഞാൻ വന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല. നല്ല ഞാൻ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് പറയും ചെയ്തു. ഞാൻ ഇപ്പോഴാണ് D7 യഥാർത്ഥത്തിൽ വെട്ടുന്നത്. ഈ ഒരു അറിവ് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പം ഈ പറഞ്ഞതുപോലെ 10 പോലെ നമുക്കൊരു സൈഡ് വെട്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ഇന്ന് പോയി വെട്ടിയ സ്ഥലത്തൊക്കെ കളന്നു പോയി. 8 വർഷം പോലും പോകത്തില്ല എന്നുള്ളത്. അതൊക്കെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം ഒരുപാട് അറിവിൽ എന്ത് തരണം എന്ന് പറയണമെന്ന് അറിയത്തില്ല. കാരണം നമുക്കൊന്നും എന്നും വാക്കുകളില്ല. ഭയങ്കര അറിവാണ് സാർ തന്നെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാനുള്ള കാരണം എന്തായിരുന്നു? ബുദ്ധിമുട്ട് പട്ടക്കനം എടുത്താൽ വെട്ടി അത് വളരെ തെറ്റാണ് സാറേ. വളരെ അത് ഊപ്പാടൊന്നും വളരെ കട്ടിക്ക് പട്ടയെടുത്ത് വെട്ടി ഊപ്പാട് വന്നിട്ടാണ് വരുന്നത്. അറിയത്തില്ലായിരുന്നു. ഈ 2 ദിവസം ശ്വാസം വരുന്നത്. 5 രൂപയെന്ന് പറഞ്ഞത് ശരിക്കും മനസ്സിൽ പതിഞ്ഞില്ല. ഈ 5 രൂപ എന്ന് പറഞ്ഞ പറച്ചിൽ മാത്രം കേട്ട് നടന്നു. നമ്മൾ ഈ വെട്ടുന്നതിന്റെ ആ ഒരു ഇതിലാണ് പൊക്കോണ്ടിരിക്കുക. അളവും കാര്യങ്ങളും നമ്മൾ അറിയില്ല. അതുകൊണ്ട് കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ കുത്തിയെടുക്കണം. പിന്നെ സാറ് ഇത്രയും ക്ലാസ് എടുത്തതിൽ ഇതോടെ നിൽക്കരുത്, ഇച്ചിരി കൂടെ മുമ്പോട്ട് പോകണം. അതേ എനിക്കുള്ളത്. കാരണം ഞാൻ ഇന്ന് കേട്ടിട്ട് നാളെ മറക്കുന്ന കണക്കാവരുത്. അത് നാളെ സാറിന് ഒരു ഇതായിപ്പോവും. അതുകൊണ്ട് ഇത് പ്രവർത്തിച്ച് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പണം കിട്ടത്തുള്ളൂ, സാറിനും നമുക്കും. അപ്പോൾ അത് കണക്ക് ആവർത്തി എല്ലാം ക്ലിയറായിട്ട് വെട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. ഈ ഒരു കൊണ്ടുവന്നത് മോഹൻദാസാണ്. അപ്പോൾ നന്നായിട്ട് വെട്ടും എന്നുള്ള നിലയിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും നന്നായിട്ട് വെട്ടിയിരിക്കുന്നതിൽ ഒരുപാട് പേരുണ്ട്. അതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോഴത്തെ ഈ ട്രെയിനിങ് സെഷനിൽ പ്രതിഭ വന്നിരിക്കുന്നത്. അതൊരു അത്ഭുതമെന്ന് പറയാൻ കാരണം അയാൾ ഇതുവരെ കൈമരം വെട്ടിയിട്ടുള്ള ആളാണ്. അയാൾ മുറിക്കാറായ മരങ്ങൾ സ്ലോട്ടർ അതല്ലെങ്കിൽ കാഠിന്യമേറിയ വെട്ടി നടന്ന ആളിനെ ഒരുപക്ഷേ മോഹൻദാസ് അയാളും കൂടെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എന്നാൽ പോലും അയാൾ വെട്ടിയ തോട്ടം പോയി കണ്ടപ്പോൾ അതൊരു അത്ഭുതമാണ്, അത്ഭുതപ്പെടുക. കാരണം അയാൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് ആ മരങ്ങൾ ആ പട്ട ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ പോയി കണ്ട തോട്ടങ്ങളിൽ പട്ടയെടുക്കുന്നത് ആ അളവ് കൂടുന്നെങ്കിൽ അത് ഏറ്റവും കുറച്ചുള്ളതും ക്രമമായ നിലയിലും കിട്ടിയ അയാളാണ്. മാത്രമല്ല ആ കായത്തിൻ്റെ അളവ് കുറവുണ്ട്. പിന്നെ ഏക അപാകത എന്ന് പറഞ്ഞാൽ പിറകുവാന കുത്തുമ്പോൾ തിരിച്ച് വെട്ടുമ്പോഴത്തേക്ക് പട്ട കൂടിപ്പോകും. അപ്പോൾ അതുവഴി പാല് മറിയുന്നുണ്ടാണ്. അതായത് തിരുത്താമെന്ന് പറഞ്ഞു ഇന്ന പോലെ അത് തിരുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു അത്ഭുതമാണ്, ഒറ്റപ്പെട്ട തൈമരം വെട്ടാത്ത ഒരാൾ വന്ന് ഇത്രയും വലിയൊരു ഒരു എന്താ പറയുക ഒരു അത്ഭുതം കാണിച്ചതാണ്. കാരണം മാർക്ക് ചെയ്ത മരം കാണാനായിട്ട് അതിനൊരു പ്രത്യേക കാരണം ആ എഫർട്ട് അയാളെടുത്ത് അത് അയാളെ വിശ്വാസം അർപ്പിച്ച മോഹൻരാജിൻ്റെ അടുത്തും ആ മോഹൻരാജും അയാളും കൂടെ അത് കൺവേ ചെയ്ത് അത് അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പം നമുക്കത് കണ്ടെത്താൻ കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അത് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല. ആളുകൊണ്ട് വെട്ടാൻ പോകുന്നെങ്കിലും വെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പട്ട കറക്റ്റായിട്ട് എടുക്കണം, ബാക്കിലും ഫ്രണ്ടൊക്കെ നോക്കണം, കറക്റ്റ് പൊളിക്കണം എന്നുള്ളത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പഠിച്ചു ഇനിയും കൂടുതൽ പഠിക്കാൻ ഇതുപോലെ സാറന്മാരെ കിട്ടിയെങ്കിൽ സാറുണ്ട് കൂടെ ഉണ്ട് വരും.
സ്ഥിരമൊന്നും വരത്തില്ല. എനിക്ക് വേറെ ഇന്ത്യയിൽ വ്യക്തമായിട്ടെല്ലാം പഠിപ്പിച്ചു തന്നു. അങ്ങനെ തട്ടിയെടുത്തിടുമ്പോൾ ഇത്തിരി താമസിക്കും, നമുക്ക് സ്വാഭാവികമായിട്ട് താമസിക്കും. നമ്മൾ അത് കുറച്ച് നാളത്തേക്ക് അത് നമുക്കൊരു താമസം വരും. നിങ്ങളത് താമസം നോക്കരുത്, പെട്ടെന്ന് വരുന്നത് നോക്കരുത്. മരം പൂർണ്ണമായിട്ട് ഒരു മാസം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിയറായിട്ട് വരും. എന്നെക്കാളും സ്പീഡ് കൂടുതൽ കിട്ടും, അത് ഉറപ്പായിട്ടിരിക്കും. അതിന് സാറ് പറഞ്ഞ് കറക്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും, അത് ഉറപ്പാണ്. അതിനകത്ത് കഴിഞ്ഞ സാറിനെ പിടിച്ച് വെച്ച് വെച്ചേക്കുന്നത് സാറിനെ നന്ദി. 5 രൂപ തുട്ടെന്ന് ആനയെന്ന് പറയുമ്പോൾ നമുക്ക് ആനയെ മനസ്സിലാവുന്നത് ആന ഇവിടെ വന്നു നിന്നിട്ടല്ല. തുമ്പിക്കയും കൊമ്പുമുള്ള ആ ഭീമകാരം. സിംഹം എന്ന് പറയുമ്പോൾ സിംഹം എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഇപ്പോൾ മരിച്ചുപോയ അച്ഛൻ്റെ ചിത്രം എൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ അത് എവിടെയോ ബുദ്ധിയിൽ ഓർമ്മയിൽ വരുന്ന ഒന്നാണ്. അതുപോലെയാണ് നമ്മളൊരു മൊബൈൽ ഫോണെന്ന് പറയുമ്പോൾ ആ ചിത്രം തലച്ചോറി പതിയാണ്. 5 രൂപ തുട്ടെന്ന് പറയുമ്പോൾ ആ 5 രൂപ തുട്ടിൻ്റെ കനം എന്താണ്? ആ കനത്തിലേക്ക്, ആ പട്ടയിലേക്ക്, ആ നമ്മൾ അരിഞ്ഞിടുന്ന തറയിൽ വീഴുന്ന ആ പട്ടയ്ക്ക് എന്ത് കനം ഉണ്ടാവണം, അപ്പോൾ ഏത് നിലയിൽ വേണം കത്തി ചലിക്കേണ്ടുന്നത് എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കി രഞ്ജിത്ത് അല്ലെങ്കിൽ ശരത്ത് അവരതാണെന്ന് പറഞ്ഞത്. ഇത്രയും കാലം വിറവ് കീറുന്നത് കണക്കി 5 രൂപ എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് പോയ തോട്ടം ശ്രീ ബദറുദ്ദീൻ ഹാജിയാരുടെ തോട്ടത്തിൽ ചെന്നതിന് ശേഷം സാറ് അത് പറഞ്ഞു തരുന്ന സമയത്ത് ആ പട്ടയുടെ കനം 3-1, 1.5 മില്ലിമീറ്റർ, 2.5 മില്ലിമീറ്റർ, ഈ 1.25 എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഒരു പോസ്റ്റ് കാർഡും പേപ്പറും കൂടെ ചേർത്താൽ തീരുന്ന അകലമാണോ? അപ്പോൾ അത് നിങ്ങളുടെ തലയിലേക്ക് അത് വരണം, ആ അകലം D3 വെട്ടുമ്പോൾ അത്. അപ്പോൾ സാറ് പറഞ്ഞൊരു നഖത്തിൻ്റെ കനമെന്ന് പറഞ്ഞു. അപ്പോൾ മറക്കരുത്, 5 രൂപ തൊട്ട് പോലെ എനിക്ക് ഇന്നുവരെ ഒരു വാക്കങ്ങനെ പറയാൻ കിട്ടിയില്ല. D3യുടെ കനം, നഖത്തിൻ്റെ കനം. അപ്പോൾ നമ്മുടെ ഏറ്റവും ഈ സെക്ഷൻ ഈ 3 ദിവസമായിട്ടുള്ളത് നമ്മൾ കണ്ടെത്തിയ കാര്യം എല്ലാവരും അറിയുന്ന, ഏകദേശം അതിൽ വിജയിച്ചിരിക്കുന്നത് പ്രദീപാണ്. ബാക്കിയുള്ളവരെല്ലാവരും D3യും D7 ഒക്കെ പരിധി വിട്ട് പോയി. 5 രൂപയും പോയി. ഒരു എളുപ്പ കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു മനസ്സിലൊരു പിക്ചർ കാണണം. നമ്മൾ D7 വെട്ടിക്കഴിഞ്ഞാൽ എത്ര വർഷം നമുക്ക് വെട്ടേണ്ടതാണ് ഒരു സൈഡ്? എത്ര? 10 വർഷം വരെ നമുക്ക് കിട്ടും കേട്ടോ. D7 ആണെങ്കിൽ 7 വർഷം വരെ കിട്ടുക.